രണ്ടാം ഭാഗം ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും. 2024, 23, 22 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരൊറ്റ വീഡിയോയിൽ കാണാം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുക്കിളി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം ഗസ. ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളമാണ് യമനിൽ നിന്ന് വലിയ തീ ഉയരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട മഹാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. മരണത്തെ ഓർത്താൽ ഇല്ലാതാകും എന്ത്? അസൂയ. പൈനാപ്പിളിന് എന്താ പറയുക? അനാനാസ്. അനാനാസ്. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ബഗ്ദാദിൽ ജനിച്ചു ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഹുജ്ജത്തുൽ ഇസ്ലാം ആരാണ്? ഇമാം ഗസാലി ഇമാമിൻ്റെ സ്ഥാനപ്പേരാണ്. ഹിദായത്തുൽ അദ്കിയാഇൻ്റെ രചയിതാവ് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം. കേരളത്തിലെ മതപ്രബോധനം നടത്തി ആര്? മാലിക് ബിൻ ദീനാർ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 15-ാം വയസ്സിൽ ഫത്വ നൽകാൻ അനുവാദം ലഭിച്ചു. സ്ത്രീകളുടെ എണ്ണം കൂടുകയാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാഠമാക്കി. രോഗസന്ദർശനം മരണത്തെ ഓർക്കാൻ സഹായിക്കും. മാദാ തബ്ഇ, എന്താണ് നിനക്ക് വേണ്ടത്? വാട്ട് യു വാണ്ട്? അബ്ഇ ഷൈഅൻ മിനൽ മവാദിൽ ഇദാഇയ, എനിക്ക് ഭക്ഷ്യവസ്തുക്കളാണ് വേണ്ടത്. അല്ലേ? ഐ വാണ്ട് സം. അബ്ഇ ഷൈഅൻ, എനിക്ക് വേണ്ടത്. മിനൽ മവാദിൽ ഇദാഇയ, ഭക്ഷ്യവസ്തുക്കളാണ് എനിക്ക് വേണ്ടത്. റമളാനിലെ എല്ലാ ദിവസവും 2 ഖത്തം ഓതിയ ഇമാം ആരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. മുസ്ലിമായ ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര് എന്താണ്? താജുദ്ദീൻ. ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? സുന്നത്ത്. പരലോകത്ത് നരകയാതന അനുഭവിക്കേണ്ടി വരും ആര്? മോശപ്പെട്ട ജനങ്ങൾ, ദുർജനങ്ങൾ. ഖലീലുർ റഹ്മാൻ എന്ന പേരുള്ള നബി ഏതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഹുലാർ എന്ന വാക്കിനറി പച്ചക്കറി, വെജിറ്റബിൾ എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി മസ്ജിദുകൾ നിർമ്മിച്ച 4 സ്ഥലങ്ങൾ: കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, പന്തലായനി, ചാലിയമ്പടുക്കൽ, കാസർഗോഡ്. മഹ്ശറിൽ ഷഫാഅത്ത് ചെയ്യുന്നവരിൽ 4 വിഭാഗം എഴുതുക: അമ്പിയാക്കൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, ശുഹദാക്കൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹദീസുകൾ മനഃപ്പാഠമാക്കിയ രീതി വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടതു കൈയിൽ എഴുതിയിട്ടാണ്. ഖിയാമത്ത് നാളിൽ ചെറിയ അടയാളങ്ങൾ 2 എഴുതുക: മതപരമായ അറിവ് കുറയുക, മസ്ജിദിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുക, കൊലപാതകം വർദ്ധിക്കുക, വ്യഭിചാരം കൂടുക. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഷാഫി എന്തു പറഞ്ഞു? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. ദൂർത്തടിക്കുന്നവരെ കുറിച്ച് എന്തു പറഞ്ഞു? നീ ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ സഹോദരന്മാരാണ്, പിശാചിൻ്റെ കൂട്ടുകാരാണ്. ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ എന്നുള്ളതിന് അറബി ലാ തുആഖിദിന, ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. ലാ തുആഖിദിന ബിസൂഇ അഅമാലിന, നമുക്ക് കേട്ടിട്ടുണ്ടാവും. ലാ തുആഖിദിന, ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. കൃഷിയുടെ പ്രാധാന്യം ഇവിടെ നിങ്ങൾക്ക് കാണാം. അഖീദയിൽ ഇമാമുകളിൽ ഒരാളാണ് ഇമാം അശ്അരി ഇമാം. മറ്റാരാണ്? മാതുരിദി ഇമാം. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം എവിടെ വെച്ചാണ്? വീടിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള നിസ്കാരമാണ്. 20-ലധികം സ്വഹാബികൾ കണ്ട ഇമാം. 20-ലധികം സ്വഹാബികളെ കണ്ട ഇമാമാരാണ്? ഇമാം അബൂ ഹനീഫ ഇമാം. മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഉസ്താദിന് അബൂ ഹനീഫ ഇമാം എത്ര ദിർഹം കൊടുത്തു? 500 ദിർഹം കൊടുത്തു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഈജിപ്തിൽ. ഞങ്ങളെ നീ ശിക്ഷിക്കരുത്, വീണ്ടും ആവർത്തിച്ചു വന്നു. ലാ തുആഖിദിന എന്നാണ്. ഉസ്താദിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തേക്ക് കാല് പോലും നീട്ടാറില്ല ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഔലിയാക്കളുടെ നേതാവായി മാറി ആര്? ഷെയ്ഖ് ജിലാനി.
നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ആരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാഠമാക്കി ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മുർത്തദിന് അശ്വതമായ ഡാഷ് ആണ് ശിക്ഷ, നരകവാസമാണ്. ഇൽമ കൊണ്ട് അല്ലാഹു തആലയുടെ ഡാഷ് മാത്രമേ ആഗ്രഹിക്കാവൂ, തൃപ്തി. 4-ൽ 1 മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. പാപങ്ങൾ പൊറുക്കുന്നതിന് ഡാഷ് ആവശ്യമാണ്, തൗബ. സ്ത്രീകളുടെ എണ്ണം കൂടുകയാണ് ഖിയാമത്ത് നാളിന് അടയാളമാണ്. നദബ് ഇലൽ മുഖ്തബരി, ലാബിലേക്ക് നമുക്ക് പോകാം. ഡാഷ് ഇസ്തിറാഹ, ഇൻ്റർവെല്ലിനു ശേഷം ബഅദൽ ഇസ്തിറാഹ എന്നാണ് വരിക. കലീമുള്ള എന്ന പേരുള്ള നബി ഏതാണ്? മൂസ അലൈഹിസ്സലാം. അറ്റമില്ലാത്ത ജീവിതം ഏതാണ്? പരലോക ജീവിതം. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വിധി ഹറാമാണ്. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ള മദ്ഹബ് ഏതാണ്? ഹനഫി മദ്ഹബ്. മനുഷ്യന് നേടുന്ന സമ്പാദ്യത്തിൽ ഏറ്റവും മഹത്തായത് ഏതാണ്? അറിവ്. തക്കാളി എന്നതിന് അറബിയിൽ എന്ത് പറയും? തൊമാത്യം. സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കും ആർക്ക്? ഈമാനുണ്ടാവുകയും അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല മരണമുണ്ടാകും, സന്തോഷത്തോടെ മരിക്കാൻ കാരണമാകും. നബിമാർക്ക് പുറമെ മഹ്ശറിൽ ആരൊക്കെ ഷഫാഅത്ത് ചെയ്യും? ഔലിയാക്കൾ, പണ്ഡിതന്മാർ ഷഫാഅത്ത് ചെയ്യും, ഉലമാക്കൾ, ശുഹദാക്കളൊക്കെ. മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. എവിടെ? പൊതുസ്ഥലങ്ങളിൽ, വഴികളിൽ, ജലാശയങ്ങളിലൊന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുക? അർഹതയില്ലാത്തവർക്ക് അധികാരം ലഭിച്ചാൽ, അർഹതയില്ല, ഒരു യോഗ്യതയും ക്വാളിഫിക്കേഷനും ഇല്ലാത്തവർക്ക് ഭരണം കിട്ടിയാൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്, അമാനത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ അടയാളമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്ലാസ്സിൽ വെച്ച് ഹദീസ് മനഃപ്പാഠമാക്കി. എങ്ങനെ? വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതിയിട്ടാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി കഴിച്ചില്ല. കാരണം കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലാക്കുമോ എന്ന് പേടിച്ച്. മാദാ സഅല ജുറൈജ് ഉലാം, ജുറൈജ് കുട്ടിയോട് എന്താണ് ചോദിച്ചത്? യാ ഉലാം മൻ അബൂക്ക, നിൻ്റെ ഉപ്പ ആരാണ് കുട്ടിയെ? കറാമത്തിനെ കുറിച്ച് എഴുതാൻ. ഔലിയാക്കളിൽ നിന്ന് പ്രകടമാകുന്ന അത്ഭുതത്തിനാണ് കറാമത്ത് എന്ന് പറയുക. 2 ഉദാഹരണങ്ങൾ എഴുതുക. പിന്നെ മറിയം ബീവിൻ്റെ വീട്ടിൽ പഴങ്ങൾ കണ്ടത് എഴുതുക. തഖ്വയുള്ളവർക്ക് മാത്രമേ കഴിയൂ. 2-മത്തത് റിദ്ദത്ത്, മുർത്തദ്ദായി പോകുന്നതിനെക്കുറിച്ച് എഴുതുക. റിദ്ദത്തിന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിദ്ദത്ത് വന്നു കഴിഞ്ഞാൽ 3 വാക്കുകൊണ്ട്, നാവ് കൊണ്ട്, പ്രവൃത്തി കൊണ്ട് റിദ്ദത്ത് ഉണ്ടാകും. നമുക്ക് 2022 പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് എത്ര? 7. ഔലിയാക്കളുടെ പ്രകടമാകുന്ന അത്ഭുതത്തിൻ്റെ പേരെന്ത്? കറാമത്ത്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏത്? വീടിൻ്റെ ഉള്ളറ. പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണെന്നും കറാമത്തുകൾ ഇല്ലെന്നും വാദിച്ചതാര്? മുഅ്തസില. മിനൽ അദവാത്തിൽ മൻസില, വീട്ടുപകരണത്തിൽപ്പെട്ടത് ഏതാണ്? അത്ബാക്ക്, പാത്രങ്ങൾ. തുഫാഹ്, തൊമാത്തിമ്, തൊഫാഹ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, തൊമാത്തിമ് തക്കാളി. ഇത് ഭക്ഷ്യവസ്തുക്കളാണ്, വീട്ടുപകരണങ്ങൾ അല്ല. ഞങ്ങൾക്ക് നീ മാപ്പു തരണേ. യഅഫ് അന്ന, വഅഫ് അന്ന എന്നുള്ള വാക്കാണത്. അടുത്തത് മരണത്തെ ഓർമ്മിപ്പിക്കുന്നു എന്ത്? ഖബർ സിയാറത്ത്. വിശ്രമം എന്നാണ് അർത്ഥം. എന്ത്? ഇസ്തിറാഹത്ത്. ഇത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് ഏത്? അമാനത്ത്. എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കുമെന്ത്? റിദ്ദത്ത്, ഇസ്ലാം എന്ന് പുറത്തുപോവൽ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പ്രധാന കൃതി ഏതാണ്? മുസ്നദ്. വെള്ളം, പുല്ല്, തീ എന്നിവയിൽ ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. ഫലസ്തീനിലെ ഗസയിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഒസ്സ. നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകളുണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. 4-1 മദ്ഹബിൻ്റെ ഇമാമിനെ ഡാഷ് എല്ലാവർക്കും നിർബന്ധമാണ് പിന്തുടരൽ. കാല ജുറൈജ് ലാ അഈദുഹ, നിങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല, നിങ്ങൾ സ്വർണത്തിൻ്റെത് ഉണ്ടാക്കേണ്ടതില്ല. ഒഈദുഹ, നിങ്ങൾ മടക്കി ഉണ്ടാക്കുക. മിൻ ഡാഷ് കമാ കാനത്ത്, മുമ്പുണ്ടായിരുന്നത് പോലെയുള്ള മണ്ണിൻ്റെ വീടുണ്ടാക്കുക. തീൻ എന്ന് പറഞ്ഞാൽ മണ്ണ്. ഹൽ നദ്ഹബ് ഇലൽ ബൈത്തി ബഅദ ദാലിക്, അതിനുശേഷം നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ലാ ലൻ നദ്ഹബ ഇലൽ ബൈത്ത്, തീർച്ചയായും ഞങ്ങൾ എന്ത് ചെയ്യൂല, വീട്ടിലേക്ക് പോകുന്നില്ല. മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി. മഹ്ശറിൽ ഷഫാഅത്ത് ചെയ്യുന്ന ഒരു വിഭാഗം അമ്പിയാക്കൾ. 10 ലക്ഷം ഹദീസ് മനഃപ്പാഠിക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ദൂർത്തടിക്കുന്നവർ ആരുടെ സഹോദരന്മാരാണ്? പിശാചിൻ്റെ. വിശ്രമം എന്നതിന് അറബിയിൽ എന്ന് പറയുക ഇസ്തിറാഹത്ത്. ജവാദ് എന്ന വാക്കിൻ്റെ അർത്ഥം ധർമ്മിഷ്ഠൻ. സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും ആർക്ക്?
രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു വന്ന ക്വസ്റ്റ്യൻ. വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്നവർക്ക് 3 ദിവസം പട്ടിണി കിടന്ന ശേഷം ലഭിച്ച ഭക്ഷണം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സ്വീകരിച്ചില്ല. കാരണം ദാനം ചെയ്ത ആൾ ഗവൺമെൻറ്റിൽ നിന്ന് പാരിതോഷികം വാങ്ങുന്ന ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്ന ആളുടെ ഭക്ഷണം അദ്ദേഹം സ്വീകരിച്ചില്ല. ജലാക്ഷയം നേരിടുമ്പോൾ, വെള്ളം കിട്ടാതാകുമ്പോൾ നാം എന്തു ചെയ്യണം? വെള്ളം കൊണ്ട് ശുദ്ധീകരണം നടത്തുന്നതിന് പകരം പകരം നമ്മൾ തയമ്മം ചെയ്യുകയാണ് വേണ്ടത്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഖിയാമത്ത് നാളിലെ വലിയ അടയാളങ്ങൾ 2 എഴുതുക. ഇമാം മഹദി വരിക, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. 5 കിലോ അരി, 5 കിലോ ഒറാമത്തി മിനൽ അറുസ് എന്നാണ് പറയുക. മാദാ സഅല ജുറൈജ് ഉലാം, കുട്ടിയോട് ജുറൈജ് എന്താണ് വയറ്റിൽ തട്ടി ചോദിച്ചത്? യാ ഉലാം മൻ അബൂഖ, മരണത്തെ ഓർക്കുന്നൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. തെറ്റുകൾ ഒഴിവാകും. ഒരുപാട് നിസ്കാരത്തിൽ ഖുശൂ കൂടും. അതൊക്കെ എഴുതാം. തൗബ ചെയ്യുക 4 ഷർത്താണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പൊരുത്തപ്പെടിപ്പിക്കുക. ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക. ജനങ്ങളുമായി ഹക്കുകൾ വീട്ടുക. തെറ്റ് ചെയ്യുന്നത് നിർത്തുക. ചെയ്തു പോയ തെറ്റിൽ ഖേദിക്കുക. തൗബ ചെയ്യൽ നിർബന്ധമാണ്. അല്ലേ? ഇതൊക്കെ എഴുതാൻ പറ്റും. ശുക്രൻ. അപ്പോൾ ഇന്നത്തെ ചർച്ച ഇതായി.